തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് സമീപം ബാറിൽ വെച്ച് യുവാവിന് കുത്തേറ്റു. ദേശീയ കബഡി താരമായ അമൽജിത്തിനാണ് കുത്തേറ്റത്. കഴിഞ്ഞ ബുധനാഴ്ച രാത്രിയാണ് ആക്രമണമുണ്ടായത്. യാതൊരു പ്രകോപനവുമില്ലാതെയാണ് ആക്രമിച്ചതെന്ന് അമൽജിത്ത് പറയുന്നു. സനീറ്റ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. സനീറ്റ, എന്താണ് ഈ ആക്രമണത്തിനുള്ള കാരണമെന്നാണ് മനസ്സിലാക്കുന്നത്? പ്രതികൾ പിടിയിലായിട്ടുണ്ടോ? അരുണ്യ, കഴിഞ്ഞ ബുധനാഴ്ച 11 മണിയോടെയാണ് ഇത്തരത്തിൽ മെഡിക്കൽ കോളേജിന് സമീപത്തുള്ള ഒരു ബാറിൽ നിന്നും ഇത്തരത്തിൽ അമൽജിത്തിന് പരിക്കേൽക്കുന്നത്. അമൽജിത്തും സുഹൃത്തുക്കളും ചേർന്ന് അവിടെ മദ്യപിക്കാൻ വന്നതാണ്. തുടർന്നാണ് ഇത്തരത്തിൽ 6 അംഗ സംഘം അമൽജിത്തിനെ വളരെ ക്രൂരമായി മർദ്ദിക്കുന്നത്. യാതൊരു തരത്തിലുള്ള പ്രകോപനവും മുൻപരിചയവും ഇല്ല എന്ന് അമൽജിത്ത് തന്നെ പറയുന്നുണ്ട്. നമുക്കറിയാം, നേരത്തെ അരുണ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ അമൽജിത്ത് ഒരു ശ്രദ്ധേയമായ ദേശീയ തലത്തിലേക്ക് വലിയ ശ്രദ്ധേയമായ ഒരു കായിക താരമാണ്. കബഡിയാണ് ഇത്തരത്തിൽ അമൽജിത്തിന്റെ ഒരു ഇനം എന്ന് പറയുന്നത്. വലിയ തരത്തിൽ ശ്രദ്ധേയമായ ഒരു കായിക താരം കൂടിയാണ് അമൽജിത്ത്. ഇത്തരത്തിൽ കഴിഞ്ഞ ബുധനാഴ്ച മദ്യപിക്കാനായി ഇത്തരത്തിൽ അല്ലെങ്കിൽ ബാറിന് വശത്ത് നിൽക്കുന്ന അമൽജിത്തിനെ 6 അംഗ സംഘം വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു. ഇത്തരത്തിൽ എന്തായാലും പോലീസ്, മെഡിക്കൽ കോളേജ് പോലീസ് ഇത്തരത്തിൽ ഈ CCTV ഒക്കെ പരിശോധിച്ചിട്ട് ഇവർക്കെതിരെ ഈ പ്രതികളെ കണ്ടെത്തി എന്നാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്. ഇവരെ ഉടൻ പിടികൂടുമെന്നും പോലീസിന്റെ ഭാഗത്ത് നിന്നും അറിയാൻ കഴിയുന്നുണ്ട്. ഇവർ മദ്യപിച്ചിട്ടാണോ ഇത്തരത്തിൽ അമൽജിത്തിനെ മർദ്ദിച്ചത് എന്നുള്ളൊരു സംശയം കൂടി എന്തായാലും പോലീസ് നമ്മളോട് പങ്കുവയ്ക്കുന്നുണ്ട്. തുടർ വിവരങ്ങൾ എന്തായാലും ഇനി ഈ CCTV ഒക്കെ പരിശോധിച്ച് ഈ പ്രതികളെ പിടികൂടിയിട്ട് കൂടുതൽ വിവരങ്ങൾ അറിയിക്കാൻ കഴിയുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും നിലവിൽ 6 പേരെയും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇത്തരത്തിൽ ഈ പ്രകോപനം ഉണ്ടാകാൻ അല്ലെങ്കിൽ മർദ്ദിക്കുവാനുള്ള കാരണങ്ങളൊന്നും തന്നെ നിലവിൽ വ്യക്തമല്ല. അരുണ്യ. ശരി, സനിറ്റയാണ് വിശദാംശങ്ങൾ നൽകിയത്.